വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടുവെക്കുകയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. തുടർച്ചയായിട്ടുള്ള ബൈബിൾ സ്റ്റഡിയുടെ 5ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. യേശുവിന് വേണമെങ്കിൽ ജനങ്ങൾക്ക് പ്രീതി വരുന്ന രൂപത്തില്, ജനങ്ങൾക്ക് അല്പം പോലും മുറിവേക്കാത്ത രൂപത്തില് പരീശന്മാരെയും ശാസ്ത്രിമാരെയും സദൂക്യരെയും സാമാന്യ ജനങ്ങളെയും എല്ലാം പ്രീതിപ്പെടുത്തിക്കൊണ്ട് നല്ല വാക്കൊക്കെ പ്രസംഗിക്കുവാൻ യേശുവിന് കഴിയുമായിരുന്നു. പക്ഷെ യേശു ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. പരീശന്മാരും ശാസ്ത്രിമാരും ഇരിക്കുമ്പോൾ ഒരിക്കൽ യേശു പറഞ്ഞു, പരീശന്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ശാസ്ത്രി പറഞ്ഞു, കർത്താവേ, നീ ഇങ്ങനെ പറയുന്നതിനാൽ ഞങ്ങളെ അപമാനിക്കുന്നു. സ്വാഭാവികമായിട്ടാണ് നമ്മൾ പറയും, സോറി, ഞാൻ അങ്ങ് പറഞ്ഞു പോയതാ, ഇനി അങ്ങനെ പറയത്തില്ല. പക്ഷെ കർത്താവ് ഉടനെ പറഞ്ഞത് എന്താണെന്നറിയാമോ? ശാസ്ത്രിമാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അല്ലാതെ ശാസ്ത്രിമാരോടുടനെ സോറി പറയുകയല്ല ചെയ്തത്. പരീശന്മാരെയും ശാസ്ത്രിമാരെയും എപ്പോൾ മുന്നിൽ കിട്ടിയാലും സർപ്പസന്തതികളെ, അണലി സന്തതികളെ നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. കപടഭക്തർക്കെതിരെ ഒരല്പം പോലും ദയ യേശു കാണിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കേണ്ടതാണ്. ആ കാലത്തെ ഏറ്റവും വലിയ ഭക്തരായി ജനം കണക്കാക്കിയിരുന്ന പരീശന്മാരെയാണ് ഏറ്റവും അധികം യേശു വിമർശിച്ചത്. ആ കാലത്ത് ഏറ്റവും വലിയ പാപികളായി കണക്കാക്കപ്പെട്ടിരുന്ന ചുങ്കക്കാരെയാണ് യേശു ഒരു വാക്കുകൊണ്ട് പോലും മുറിവേൽപ്പിക്കാതെ സ്വീകരിച്ചത്. ദൈവത്തിന് സഹിക്കാൻ വയ്യാത്ത കാര്യമാണ് കപടഭക്തി എന്ന് പറയുന്നത്. ഭക്തി ഇല്ലാത്തവനെ ദൈവം സഹിക്കും, കപടഭക്തരെ ദൈവം സഹിക്കയില്ല. ഈ യോഹന്നാന്റെ പ്രസംഗം തന്നെ നല്ല ഉദാഹരണമായി എടുക്കുക. യോഹന്നാനെ ദൈവം അയച്ചതാണ്. ദൈവാത്മാവിൽ നിറഞ്ഞാണ് അവൻ പ്രവചിച്ചത്, പ്രസംഗിച്ചത്. പക്ഷേ അവൻ ജനപ്രിയ പ്രസംഗകനായിരുന്നില്ല. ദേശത്തെ മാന്യന്മാരോട് വരെ സർപ്പസന്തതികളെ എന്ന് വിളിച്ച് പ്രസംഗിക്കുന്നതായ അത്ര കഠിനമായ വാക്കിൽ പ്രസംഗിക്കുന്നയാളായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, വിധിക്കാൻ നീയാര്? ശരിയാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. സർപ്പസന്തതികളെ സർപ്പസന്തതികൾ എന്ന് തന്നെ വിളിക്കും, കപടഭക്തരെ കപടഭക്തരെന്ന് തന്നെ വിളിക്കും. ചിലര് പറയും, കണ്ടോ യോഹന്നാൻ അങ്ങനെയൊക്കെ പ്രസംഗിച്ച് നടന്നതിന്റെ അനുഭവം മനസ്സിലായോ? ശരിയാണ്. സത്യം പറഞ്ഞ് നടന്നത് കൊണ്ട് യോഹന്നാന് അകാല മൃത്യുവായിരുന്നു ഫലം. നന്നേ ചെറുപ്പത്തിൽ തന്നെ യോഹന്നാൻ മരിക്കാനിടയായി. 31 വയസ്സ് പോലും തികഞ്ഞിരുന്നില്ല യോഹന്നാൻ മരിക്കുന്ന സമയത്ത്. എന്തിനാണ് അങ്ങനെ മരിക്കേണ്ടി വന്നത്? കുറെ കാലം കൂടെ ജീവിക്കരുതായിരുന്നു? ജീവിക്കാമായിരുന്നു. എന്ത് ചെയ്യാം? ഹേരോദാവ് തന്റെ സഹോദരന്റെ ഭാര്യയെ തട്ടിയെടുത്ത് സ്വന്തം ഭാര്യയാക്കി. അതിന് യോഹന്നാൻ എന്നാ വേണം? യോഹന്നാൻ അതുകൊണ്ട് വിശേഷിച്ച് ഒരു നഷ്ടവും വരുന്നില്ല, വിശേഷിച്ചൊരു ദോഷവും വരുന്നില്ല. മാത്രമല്ല, ഈ ഹേരോദാവ് എന്ത് ചെയ്താലും യഹൂദനായ യോഹന്നാൻ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. യഹൂദ മതത്തിന്റെ ഭാഗമല്ല അവന്, അവിടുത്തെ ഒരു ഭരണാധികാരിയാണെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കാൻ ഇതിനകത്തെന്തിനാ കയറി ഇടപെട്ടത്? പക്ഷെ ഇടപെടും. ദൈവാത്മാവിൽ നിറഞ്ഞവരുടെ പ്രത്യേകത അതാണ്, അവരിടപെടും. സാധാരണഗതി ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, നമ്മൾ എന്തിനാ അതിനകത്തൊക്കെ ഇടപെടുന്നത്? അത് നമ്മുടെ ഏരിയയേ അല്ല. എന്നോടൊരാൾ പണ്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ വിമർശിക്കാൻ പോകുന്നത്? അതൊന്നും നമ്മുടെ ഏരിയയേ അല്ല. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഏരിയ അല്ലായിരിക്കും, പക്ഷെ എന്റെ ഏരിയ ആണ്. ഞാൻ ദൈവവചനത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളത് ഇതാണ്. പാപം കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന കാര്യമല്ല. കർത്താവായ യേശു ക്രിസ്തു എന്നെ പഠിപ്പിച്ചത് അതല്ല. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് അതല്ല. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് അതല്ല. പാപം കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന ആത്മാവിനെ അല്ല ഞാൻ പ്രാപിച്ചത്. പാപത്തിനെതിരെ ഇടിമുഴക്കം പോലെ ശബ്ദിക്കുന്ന ആത്മാവിനെയാണ് ഞാൻ പ്രാപിച്ചത്. ധൈര്യത്തിന്റെ ആത്മാവിനെയാണ് ഞാൻ പ്രാപിച്ചത്. സത്യം പറയുന്നതിലൂടെ എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. സത്യം പറയുന്നതിലൂടെ എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നെങ്കിൽ ആ നഷ്ടം സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ്, അത് ഏറ്റെടുക്കുവാൻ തയ്യാറാണ്. അത് നഷ്ടമായി ഞാൻ കണക്കാക്കുന്നതില്ല. യോഹന്നാൻ ആവശ്യമില്ലാതെ സത്യം പറഞ്ഞത് നിമിത്തം അവന്റെ തല തന്നെ അവന് നഷ്ടപ്പെട്ടു, അവന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു. തന്റെ തല പോകുമെന്നറിഞ്ഞിട്ടും ജീവിതം നഷ്ടമാകുമെന്ന് അറിഞ്ഞിട്ടും യോഹന്നാൻ സത്യം പറഞ്ഞു എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതാണ്. തന്നെ പരീശന്മാരും ശാസ്ത്രിമാരും സംഘത്തിന്റെ അംഗങ്ങളും എല്ലാം ചേർന്ന് കൊല്ലുമെന്ന് അറിഞ്ഞിട്ടും സത്യം പറയുവാൻ യേശുവിന് യാതൊരു മടിയും തോന്നിയില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മുമ്പിൽ മാതൃകയായി നിൽക്കുന്നത്. ദൈവദാസന്മാരെ, ദൈവമക്കളെ, സത്യം പറയുവാൻ നാം മടിക്കേണ്ടതില്ല, സത്യം പറയുവാൻ നാം ഭയപ്പെടേണ്ടതില്ല. യോഹന്നാന്റെ ജീവിതം തരുന്ന ദൂതതാണ്, കർത്താവിന്റെ ജീവിതം തരുന്ന ദൂതതാണ്. അപ്പോസ്തലന്മാർ ചെയ്തത് അങ്ങനെ തന്നെയാണ്.
ഭംഗിവാക്ക് പറഞ്ഞ് ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റി നല്ല പ്രസംഗങ്ങൾ എന്നുള്ള പേരെടുത്ത് കാശുണ്ടാക്കുന്ന പരിപാടിയല്ല ദൈവവേല എന്ന് പറയുന്നത്. സത്യത്തിന് നേരെ കണ്ണടച്ചു കളയാതെ, പാപത്തിന് നേരെ കണ്ണടച്ചു കളയാതെ, പാപത്തിനെതിരായി പ്രാണത്യാഗത്തോളം പോരാടുന്നതാണ് ദൈവവേല എന്ന് പറയുന്നത്. ചിലര് പറയും, ഇങ്ങനെയുള്ള ഭാഷയൊക്കെ ഉപയോഗിക്കാമോ? ഇത് ആത്മീയർക്ക് ചേർന്നതാണോ? ദൈവഹിതപ്രകാരമുള്ള ആത്മീയന് ചേർന്നതാണ് സർപ്പസന്തതി, വെള്ളയടിച്ച ചുവര്, അങ്ങനെയുള്ള വാക്കുകളൊക്കെ. ദുർനടപ്പുകാരനെ ദുർനടപ്പുകാരൻ എന്നല്ലാതെ എന്താ വിളിക്കുക? കള്ളനെ കള്ളൻ എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കുക? ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് ദൈവസഭയാന്നും പറഞ്ഞാൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ജാതികൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന എല്ലാ ദുഷ്പ്രവർത്തികളും ചെയ്ത് ജീവിക്കുകയാണ്. ഇങ്ങനെയുള്ളവർ ദൈവത്തിന്റെ ദാസന്മാരല്ല, സർപ്പസന്തതികളെ എന്ന് തന്നെയാണ് അവരെ വിളിക്കേണ്ടത്. അങ്ങനെ വിളിക്കാൻ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവർക്കേ കഴിയൂ. അങ്ങനെയൊക്കെ പറയുമ്പോൾ അന്യനെ വിധിക്കാൻ നീ ആരെ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. ഇവൻ മഹാഭാവിയാണ്, ഇവനെ സഭയിൽ കയറ്റരുതെന്ന് പറയാൻ ആളുണ്ടാകാം. അതൊക്കെ ഉണ്ടാകട്ടെ. അതൊക്കെ തന്നെ ആയിരുന്നല്ലോ യോഹന്നാൻ സ്നാപകന്റെ സ്ഥിതി. അതൊക്കെ തന്നെ ആയിരുന്നല്ലോ കർത്താവിന്റെയും ശിഷ്യന്മാരുടെയും സ്ഥിതി. അതുകൊണ്ട് ദൈവവേല ചെയ്യുവാൻ തയ്യാറുള്ളവർ, ദൈവത്തെ പിൻപറ്റുന്നവർ, ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് വേല ചെയ്യുന്നവർ പാപത്തിന്റെ നേരെ കണ്ണടയ്ക്കരുത്. കർത്താവ് ശിഷ്യന്മാര് ചെയ്തതുപോലെ, യോഹന്നാൻ സ്നാപകൻ ചെയ്തതുപോലെ എന്തെല്ലാം നഷ്ടമുണ്ടായാലും സത്യത്തിനു വേണ്ടി നിവരെ നിൽക്കണം. സർപ്പസന്തതികളെ എന്ന് തന്നെ അവരെ വിളിക്കണം. അത് ആത്മീയർക്ക് ചേർന്ന ഭാഷയല്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അവര് പറയുന്ന രൂപത്തിലുള്ള ആത്മീയം അല്ല ദൈവവചനത്തിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആകയാൽ ദൈവമക്കളെ, ആരെയും ഭയപ്പെടാതെ, പാപത്തിന് നേരെ കണ്ണടയ്ക്കാതെ, ദുഷ്പ്രവർത്തികൾക്കും പാപങ്ങൾക്കും എതിരായിട്ട് പ്രതികരിച്ചുകൊണ്ട്, പാപികൾക്കെതിരെ ദൈവവചനം അനുവദിക്കുന്ന പരമാവധി ശക്തിയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പാപത്തിനെതിരെ പോരാടുവാൻ, പാപികൾക്കെതിരെ പോരാടുവാൻ, കപടഭക്തർക്കെതിരെ പോരാടുവാൻ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വചനങ്ങൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം ഈ ബൈബിൾ സ്റ്റഡി ശ്രദ്ധിക്കുവാൻ സന്മനസ് കാണിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ.